നേർവഴി. നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം. ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ. അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്. ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ജന്മന കാഴ്ച കുറവുള്ളൊരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വെച്ച് ഞാൻ കൂടെ ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടിപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ നാലാഞ്ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRCയിൽ ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിങ് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. എങ്ങനെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഏകദേശം ഒരു 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനിത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്. എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ? ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബാക്ക് ഉണ്ടാവും. ചിലതിൽ 2 സൈഡും ചെയ്യാൻ കാണും. ഏകദേശം ഒരു സൈഡ് തീരും ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2M 4M ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പോൾ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടിൽ ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പോൾ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളുണ്ട്. ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ? തീർച്ചയായും. അപ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കുക? ആദ്യമൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിലോട്ടൊക്കെ ഇഴുകി ചേർന്നപ്പോൾ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണിപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ട് നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം. ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെക്കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ ഒരു സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ 5ഉം 6ഉം ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്. ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ
കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്. വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡാണ്, പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല. വൈഫിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ? അങ്ങനെ ഇല്ല. എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം? നമ്മൾ മറ്റൊരാളുടെ മുമ്പേ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ. ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ? പക്ഷേ അതെ, മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ? ഒരുവിധം എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്. ഏത് പരിപാടിയാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടം? അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഓരോരുത്തർ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്കുള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ? ഞങ്ങൾ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് ഞങ്ങൾ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ നിന്ന് ഒരു 10 പേര്, നമ്മൾ ഈ ഒക്ടോബർ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. പിന്നെ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 10ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുൻപ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം? അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു? മലയാളം തന്നെയായിരുന്നു. ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലേ? ആദ്യം തൊട്ട് അല്ല, ഞങ്ങൾ ഈ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളൂ. അതും ഏകദേശമൊക്കെ ഇപ്പോൾ നിർത്തി വരികയാണ്. അതെ. നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് എന്നുള്ളതറിയാം. അപ്പോൾ ഈ ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്? ഇപ്പോൾ മിക്ക ഓഫീസുകളും AC ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പഴയ ചെയറുകൾ, പഴയ ഉപകരണങ്ങൾ എല്ലാവരും മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിങ്ങൊക്കെ പുതുക്കി പണിതപ്പോൾ ഇവർ പഴയ ചെയറുകളൊക്കെ മാറ്റി കുഷ്യൻ ചെയർ, പ്ലാസ്റ്റിക് ചെയർ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും. എന്നാലും ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ കസേര വയസ്സിലില്ലാത്തപ്പോൾ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണിയുള്ളപ്പോൾ പണിക്ക് പോകും, ഇല്ലാത്തപ്പോൾ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നുമല്ലോ. അതെ. പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എൻ്റെ താല്പര്യം. ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാഴ്ചയില്ലാത്തവർ നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്ര ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അതൊരു ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. താങ്കളിപ്പോൾ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷേ ഇതൊന്നും ഇതിൻ്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവശതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിൻ്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും അല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്.
കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ? അപ്പോൾ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തരാൻ നാണമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓ, അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു 3-4 സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്? എൻ്റെ വൈഫിൻ്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു, രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മളെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ? തീർച്ചയായും. പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ? തീർച്ചയായും. സിമിയും ഇതുപോലെ റേഡിയോ കേൾക്കാറുണ്ട്. റേഡിയോ കേട്ട് തന്നെയാണ് അവൾ പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ. അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്തു തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിൻ്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു. കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി. നേർവഴി.